പക്ഷേ സംസ്ഥാനത്തും രാജ്യത്തും ക്രൈസ്തവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെ എക്കാലവും ഞെട്ടിച്ചിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് അതിൻ്റെ പലയിടങ്ങളിലും ക്രൈസ്തവ കരോളുകൾക്ക് നേരെയുള്ള ആക്രമണം, പാലക്കാട് നടന്ന ക്രൈസ്തവർ അല്ലെങ്കിൽ കരോളിന് നേരെ നടന്ന ആക്രമണം, അതൊക്കെ അപലപനീയമാണ്. BJP വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതായത് ഇവർ പഠിക്കില്ല, ഒരിക്കലും ഇത് പഠിക്കില്ല. അതായത് നമുക്ക് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉത്തരേന്ത്യയിൽ, അതായത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് BJP ബജ്രംഗ് ദൾ പ്രവർത്തകർ സംഘർഷമുണ്ടാക്കി. ഇത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് ഉത്തരേന്ത്യയിലും, അല്ലെങ്കിൽ ഇത്തരത്തിൽ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ഒരുപാടിടങ്ങളിൽ, കേരളത്തിന് പുറത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ, പ്രത്യേകിച്ച് BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തെ വിശ്വസിക്കുന്ന ആളുകളെയൊക്കെ വലിയ രീതിയിൽ ക്രൂശിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള മലയാളി കന്യാസ്ത്രീമാരെ ഒരാവശ്യവുമില്ലാതെ മതപരിവർത്തനം നടത്തുന്നു, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ജയിലിലടക്കുന്ന ഒരു BJP ബജ്രംഗ് ദൾ പ്രവർത്തകർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഹവാബാഗ് കോളേജിനടുത്തുള്ള പള്ളിയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ അതിക്രമിച്ചു കയറി കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ BJP പ്രാദേശിക നേതാവ് അഞ്ജു ബാർവ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അതായത് ഇപ്പോൾ അത്തരത്തിൽ BJPയും അല്ലെങ്കിൽ RSSും ബജ്രംഗ് ദളും ഒന്നും ഇവിടെ മറ്റുള്ള മത ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മതങ്ങളെ അംഗീകരിക്കില്ല, ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിനകത്ത് തന്നെ ഇതൊക്കെ ആവർത്തിച്ച് തുടങ്ങി, ഇതൊക്കെ നടന്നു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, അതായത് ഹർഷ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്, അതായത് VSPയുടെ ആഹ്വാന പ്രകാരം ക്രിസ്മസ് ആഘോഷിക്കരുത്. അത് കേരളത്തിന് പുറത്താണ്. പക്ഷെ അത്തരത്തിലാണ് BJP ഇപ്പൊ BJPയുടെ ഭാഗമല്ല എന്നാണ് BJP പല പ്രവർത്തകരും അല്ലെങ്കിൽ പല നേതാക്കന്മാരും പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ ആശയങ്ങൾ ഒന്ന് തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ വരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ക്രിസ്ത്യാനികളല്ലാത്തവരാരും തന്നെയും ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളുടെ മാത്രം കുത്തകയാണ് ക്രിസ്മസ് ആഘോഷം, മറ്റു മതവിഭാഗങ്ങൾക്ക് ഇതിലൊന്നും കൈകടത്താനല്ല, ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിരോധനം ഏർപ്പെടുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് കരോൾ സംഘങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു വിവാദമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചു പോകുന്ന വ്യക്തികളേക്ക് ആ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ വലിയ രീതിയിൽ ക്രൂശിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഡൽഹി ലാജ്പത് നഗറിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കരോൾ സംഘത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വിരട്ടിയോടിച്ചു. മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ദിനത്തിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. നമ്മുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് കുട്ടികൾ നിർബന്ധമായും സ്കൂളിലെത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചുമ്മാതല്ല, അദ്ദേഹത്തിന്റെ എന്താ പറയാ, ദൈവത്തെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ കാണുന്ന പശു അദ്ദേഹത്തിന് പിന്നാലെ ഓടി എന്ന് പറഞ്ഞത് ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കാം. ഇത്തരത്തിൽ മറ്റു മതവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല, ഞങ്ങളെ മാത്രം സ്നേഹിക്കുന്നുള്ളൂ, ഞങ്ങളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ വെട്ടിമുറുക്കി കറിയാക്കാനായിട്ട് ഇദ്ദേഹം സമ്മതിക്കുന്നില്ലല്ലോ എന്നുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ചിലപ്പോ. ഒഡീഷയിൽ ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ സാന്റാക്ലോസ് വേഷവും വിൽപ്പനയ്ക്ക് വെച്ചവർക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതായത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്നും ഇവിടെ ഇത്തരം വസ്തുക്കൾ കച്ചവടം ചെയ്യാനാവില്ലെന്നും പറഞ്ഞാണ് അക്രമം നടത്തിയത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം ഇത്രയും ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എതിർക്കുന്ന അല്ലെങ്കിൽ അവരെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ ചെറിയ രീതിയിൽ പോലും ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പള്ളികളിലാണെങ്കിലും ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ ഇടപെടണമെന്ന് CBCI രംഗത്തെത്തിയിട്ടുണ്ട്. ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഇപ്പോൾ CBCI പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആഭ്യന്തരമന്ത്രി ഇടപെടണമെന്നും ജബൽപൂരിലെ BJP നേതാവ് അർജുൻ ഭാർഗവെ പുറത്താക്കണമെന്നും ഒക്കെ CBCI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം സഭയുമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയുമായി BJPക്കുള്ള ബന്ധം കുറയ്ക്കുകയാണ്. നമുക്ക് ഛത്തീസ്ഗഡിൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടുത്തെ ക്രൈസ്തവ സഭകളെല്ലാവരും
ആടി ഉലയുന്ന ഒരു ഛത്തീസ്ഗഡിൽ മാത്രമല്ല മധ്യപ്രദേശിലും അതുപോലെ തന്നെ സമീപ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഒരു സമയത്ത് വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു. അതായത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ സിസ്റ്റർമാരെ നടത്തുന്ന സ്കൂളുകളിൽ മതപരിവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോ ക്രിസ്ത്യൻ പള്ളികളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന വീടുകളുടെ മുൻപിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നക്ഷത്രം നോക്കുന്നതിനെ അല്ലെങ്കിൽ ഇപ്പൊ നോക്കുന്നതിനൊക്കെ അതിനെതിരെ വലിയ ഭീഷണി വരുത്തുക. അതായത് ജീവന് പോലും ഭീഷണിപ്പെടുന്ന രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായി ആഘോഷങ്ങളെക്കാൾ വലുത് തങ്ങളുടെ ജീവനാണ് എന്ന് ഭയന്നുകൊണ്ട് പലരും മാറി നിൽക്കുന്ന ഒരു രീതിയാണ്. അതെ, ഈ മനസ്സുകൾക്കിടയിൽ വെറുപ്പ് സൃഷ്ടിക്കുകയല്ലാതെ ഇത്തരം നടപടികൾ വഴി ഒരു നേട്ടവുമില്ല. സമൂഹത്തിന് ഗുണകരമല്ലാത്ത ഈ നീക്കം മാത്രമാണ്. നമുക്ക് ചേർന്നതല്ല ഈ സമീപനം. ദേശത്ത് ഒരു നന്മയും ഉണ്ടാകുന്നില്ല. ഇതിൽ ന്യായീകരണത്തിന് നാട്ടിൽ ഒരു ക്ഷാമവുമില്ലല്ലോ. ഇതിന് കാരണം എന്താണ് എന്നത് ഓരോ സ്ഥലത്തെ സാഹചര്യം വെച്ച് വിലയിരുത്തണം. അതായത് മാർ ബസീലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അതിനെ അപലപിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പും ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ക്രൈസ്തവർ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് വീണ്ടും ഭീതി ജനിപ്പിക്കുന്നത്. ഈ കേരളത്തിന് പുറത്തൊക്കെ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കിത് വെറും ഒരു വാർത്തയായി മാത്രം നമ്മൾ കണ്ടുപോവുകയും കേരളത്തിനകത്ത് നമ്മൾ ഇവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതായിരുന്നു ഇത്രയും നാൾ നമ്മൾ അതായത് നോക്കുക. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ മേഖലയിലുള്ളവർക്ക് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയും മുസ്ലിം മേഖലയിലുള്ളവർക്ക് മുസ്ലിം സ്ഥാനാർത്ഥികളെയും നിർത്തിയ BJPയുടെ കേന്ദ്ര നയങ്ങളാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അവരുടെ ബജ്രംഗദൾ, RSS, BJP പോലുള്ള സംഘടനകൾ ചെയ്തു കൂട്ടുന്നതാണ് ഈ വാർത്താ മാധ്യമങ്ങൾ വഴി പുറത്തു വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്കിതൊരു വാർത്തയായിട്ട് കണക്കാക്കാം. പക്ഷെ ഇപ്പോൾ ഇത് കേരളത്തിനകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനകത്താണെങ്കിൽ പോലും ഇപ്പോൾ മതം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ജാതി നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജാതി പുറത്തു വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മറ്റുള്ളവർ പ്രതികരിക്കുക എന്നുള്ളത് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടൊക്കെ സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കുന്നതൊക്കെയും ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നതിന്റെ ഒരു ചെറിയ വേർഷനായിട്ട് വെറും 16% മാത്രം വോട്ട് ഷെയർ ഉള്ള കേരളത്തിലാണ് BJPയുടെ ഒരു ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അതായത് ക്രിസ്ത്യൻ മേളകളിൽ അല്ലെങ്കിൽ പള്ളി മേളകളിൽ ഇത്തരത്തിൽ കേക്കും വീഞ്ഞുമായി കയറി ചെന്നിട്ടൊന്നും കാര്യമില്ല. ഇത്തരത്തിൽ കാര്യങ്ങളെ തള്ളിപ്പറയാനും ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാനും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇവിടുത്തെ BJP നേതൃത്വത്തിന് ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് പ്രതിഫലിക്കും. പക്ഷേ ഈ ക്രിസ്ത്യൻ മേലധികാരികളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അധ്യക്ഷന്മാരും ഒക്കെ തന്നെ ഈ കാര്യങ്ങളൊന്നും മറക്കരുത് എന്നാണ് പറയാനുള്ളത്. അതായത് ഇത്തരം ഘട്ടങ്ങളിൽ ഇവരെ കടന്നാക്രമിക്കുന്ന BJPയോടൊപ്പം പല ഘട്ടങ്ങളിലും പോകുന്ന സാഹചര്യമാണ് കണ്ടത്. ഇടയ്ക്കൊരു കാലത്ത് അത് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞാൽ വീണ്ടും ആ ആക്രമണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മാത്രം ഇത് പരിഹരിച്ചു പോകുമ്പോൾ പിൽക്കാലത്ത് ഒപ്പം ചേർന്ന് പോകുന്ന രീതി ഒന്നെങ്കിൽ ഇത് പുനഃപരിശോധിച്ച് ഇത് അവസാനിപ്പിക്കണം. ഇത് ഇപ്പോൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് ആർക്കാണ് ലാഭം, ആർക്കാണ് നീതി, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകണമെന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവർക്ക് കൃത്യമായ രീതിയിൽ കേരളത്തിൽ പോലും പാലക്കാട് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. കേരളത്തിൽ ഇത്തരം പ്രവണതകൾ വെച്ചു പൊറിപ്പിക്കാതെ BJP നേതൃത്വം ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം.